ഇന്ന് വൈകിട്ടത്തേക്ക് നല്ല ചെറുപയറും കഞ്ഞിയും കൂടി വെക്കാന്ന് വിചാരിച്ചിട്ടോ. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ വൈകിട്ട് ചോറ് വയ്ക്കുന്ന പരിപാടിയില്ല, കാരണം കാലത്ത് വെച്ച ചോറ് തിളപ്പിച്ചിട്ടാണ് ചെയ്യുക. പക്ഷെ ഇന്ന് വൈകിട്ടത്തേക്ക് ചോറ് ഉണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ചോറും ചെറുപയറും കൂടി മിക്സ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉച്ചക്കഞ്ഞി കിട്ടൂലേ, അതേ പരുവത്തിൽ അങ്ങോട്ട് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ആദ്യം തന്നെ കുക്കറിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ അരിയും പയറും കൂടി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നിഖിൽചേട്ടൻ പറഞ്ഞ കീത്തോ ചെറിയൊരു പൊടിക്കട്ട തിളപ്പിച്ച് തരുമെന്ന് ചോദിച്ചത്. ഒരാൾക്ക് മാത്രം ആയതുകൊണ്ട് പിന്നെ ഞാൻ ഗ്യാസ് എത്തിക്കാൻ നിന്നില്ല, കാരണം ഇപ്പോൾ ഗ്യാസിനൊക്കെ നല്ല ക്ഷാമമായതുകൊണ്ട് തന്നെ കെറ്റിൽ യൂസ് ചെയ്തു കേട്ടോ. ഗ്യാസിന് വില കൂടിയ പിന്നെ വെള്ളം ചൂടാക്കാൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് ചായ വയ്ക്കാൻ നമ്മൾ കെറ്റിലാട്ടോ യൂസ് ആക്കാറ്. അപ്പോൾ കുക്കറിലത്തെ വെള്ളം തിളപ്പിച്ചപ്പോൾ നമ്മൾ അരി ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഒരു വറ്റൽമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കെറ്റിലത്തെ വെള്ളം തിളച്ചിട്ടുണ്ട്. കണ്ടില്ല, ഓട്ടോമാറ്റിക് ഓഫാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ പൊടിക്കട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ചായപ്പൊടിയും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ചൂടായ വെള്ളങ്ങൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്നും കൂടി മിക്സ് ചെയ്യുക. നിങ്ങൾക്കത് കാണുമ്പോൾ തോന്നും ജീരകവെള്ളം ആണോ എന്ന്. പക്ഷേ ജീരകവെള്ളമല്ലേ, ഇവിടെ എല്ലാവർക്കും കടുപ്പം അത്ര ഇഷ്ടമല്ല. അതങ്ങനെ ഇൽച്ചേണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആശ്വാസമായിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ നിന്നു. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച കെറ്റിലെ ലിങ്ക് ഞാൻ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അത് കൊടുത്തേക്കാട്ടോ, വാങ്ങിച്ചു. എന്തായാലും ഇപ്പോൾ ഗ്യാസിന് സംഭവങ്ങൾക്ക് വില കൂടിയിരിക്കുകയല്ലേ, എന്തായാലും യൂസ് ആകും. അങ്ങനെ വൈകുന്നേരം പിള്ളേർക്കൊക്കെ കഞ്ഞി കൊടുത്തു, ഞങ്ങളും കഞ്ഞി കുടിച്ചു. അപ്പോഴാണ് വെല്ലിച്ച വന്നപ്പോൾ ബീഫും പൊറോട്ടയും മേടിച്ചിട്ടുണ്ട്, അതും കുറച്ച് കഴിച്ചു. പിന്നെ ഇത് റൂമിൽ വന്നുള്ള അംഗം കേട്ടോ, കുറച്ച് നേരം ഇങ്ങനെ കളിച്ചിട്ടേ പിള്ളേർ കിടന്നുറങ്ങുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്.